إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له تعالى عن النظير والمثيل والشبيه وأشهد أن محمدًا عبده ورسوله أرسله بالهدى بشيرا ونذيرا بين يدي الساعة اللهم صل على محمد وعلى أزواجه وذريته كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وأفضل الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة عباد الله أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون صدق الله العلي العظيم ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ, സർവ ലോകങ്ങളുടെയും സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം പാലിക്കണമെന്ന്, ആ വിഷയത്തിൽ തഖ്വ കൈമുതലാക്കണമെന്ന് ആദ്യം എന്നോടും ശേഷം നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, സഗൗരവം ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല മുത്തഖീകളിലും മുഖ്ലിസുകളിലും ഉൾപ്പെടുത്തി നാം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോയ സകല പാപങ്ങളും അബദ്ധങ്ങളും പിഴവുകളും അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ശിഷ്ടജീവിതം അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ കഴിഞ്ഞുകൂടാനുള്ള മഹാഭാഗ്യവും നാഥൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, മക്കയിൽ ഹജ്ജ് അവസാനിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അവസാനവട്ട കർമ്മങ്ങളിലാണ് ഹാജിമാരുള്ളത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹിജ്റക്ക് മുമ്പ് ഒരു ദുൽഹിജ്ജ മാസത്തിലെ ഹജ്ജ് കാലത്ത്, ഹജ്ജിൻ്റെ മാസമാണ് ദുൽഹിജ്ജ, നമ്മളിപ്പോൾ ആ മാസത്തിലാണുള്ളത്, മിനയുടെ സമീപത്തെ അഖബ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് യസ്രിബിൽ നിന്ന് വന്നെത്തിയ 12 ആളുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിൽ ഒരു ഉടമ്പടി നടക്കുകയുണ്ടായി. ഇതിനാണ് ചരിത്രത്തിൽ ഒന്നാം അഖബ ഉടമ്പടി എന്നറിയപ്പെടുന്നത്. അഖബ എന്ന സ്ഥലത്ത് നടന്നതുകൊണ്ടാണ്, മിനയുടെ പരിസരത്താണ് ആ സ്ഥലമുള്ളത്. ഇവർ ഈ ഉടമ്പടിയും കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ തങ്ങൾക്ക് ഖുർആൻ പഠിപ്പിക്കാനായി ഒരു അധ്യാപകനെ വേണമെന്ന് റസൂലിനോട് ആവശ്യപ്പെട്ടിരുന്നു. അവരുടെ ആവശ്യപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ വിട്ടുകൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ടുള്ള ഇവരുടെ പ്രഥമ മീറ്റിങ്ങിന് ശേഷം ഇവർ തിരിച്ചു പോയത് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു എന്ന പേരുള്ള ഈ ഖുർആൻ അധ്യാപകനെയുമായിട്ടാണ്. മുസ്അബ് റളിയല്ലാഹു തആല അൻഹു ചരിത്രത്തിൽ അറിയപ്പെടുന്നത് മുഖ്രി എന്ന പേരിലാണ്. നമ്മുടെയൊക്കെ പള്ളിയിൽ മുക്രി ഉണ്ട്.
നമ്മൾ മുഅദ്ദിനെയൊക്കെ ചില സ്ഥലങ്ങളൊക്കെ മുക്രി കാക്കാന്ന് വിളിക്കുക. ആ മുക്രി യഥാർത്ഥത്തിൽ മുക്രി ആണ്. മുക്രി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മുക്രി മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പവഴി ഈ വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ അവതരണം ഹിറയില് ജബലുന്നൂറിലെ ഹിറയിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമിന് ആദ്യം അവതരിച്ച വഹയിന്റെ വചനങ്ങൾ അത് ഇഖ്റ എന്നായിരുന്നു. ഇഖ്റ എന്ന വാക്കിന്റെ അർത്ഥം വായിക്കുക എന്നാണ്. മുക്രി എന്ന വാക്കിന്റെ അർത്ഥം വായിപ്പിക്കുന്നവനെന്നാണ്. അപ്പോൾ നല്ലൊരു ബന്ധമുണ്ട് തമ്മിൽ. അപ്പൊ ഇഖ്റ കൊണ്ട് അവതരിച്ച ഖുർആനിന്റെ വായന പഠിപ്പിക്കാൻ വന്നവനാണ് മുക്രി. ഇഖ്റ കൊണ്ട് തുടങ്ങിയ ഖുർആന്റെ വായന പഠിപ്പിക്കാൻ വന്നവനാണ് മുക്രി. ആ ദൗത്യത്തിന് നിയോഗിക്കപ്പെട്ടവനാണ് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല. ഹിറായിൽ തുടങ്ങിയ വായന അഖബ വഴി മദീനയിലേക്ക് യാത്രയായതുപോലെയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ യസ്രിബ് എന്ന സ്ഥലം അത് നിങ്ങൾക്ക് പരിചയമുള്ള സ്ഥലമാണ്. മദീനയുടെ പഴയ പേരാണ് യസ്രിബ്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്ത് ആ നാട്ടിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് യസ്രിബ് എന്ന നാടിന്റെ പേര് മാറി മദീനത്തുർ റസൂൽ. മദീന എന്ന വാക്കിന്റെ അർത്ഥം പട്ടണം എന്നാണ്. സിറ്റി ഓഫ് പ്രൊഫറ്റ്, നബിയുടെ പട്ടണം എന്ന അർത്ഥത്തിലേക്ക് മാറിയത്. ഹിറായില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് വായിക്കാൻ പറഞ്ഞത് പുസ്തകം നോക്കിയുള്ള വായനയായിരുന്നില്ല. ജിബ്രീൽ ഏതെങ്കിലും പുസ്തകം നബിയുടെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് ഇഖ്റ വായിക്ക് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. പുസ്തകം നോക്കിയുള്ള വായനയാണെന്ന് കരുതിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോട് ഐ ആം നോട്ട് എ റീഡർ മാന ബിഖാരി, എനിക്ക് വായിക്കാൻ അറിയില്ലല്ലോ എന്ന് പ്രതികരിച്ചത്. കാരണം റസൂലിന് വായന അറിയില്ല. എഴുത്തും വായനയെ അറിയില്ലാത്ത നിരക്ഷരനായ പ്രവാചകൻ. ഉമ്മിയ്യ് എന്നാണ് അറബിയിൽ നിരക്ഷരന് പറയുന്ന പേര്, ഉമ്മിയ്യ്. അള്ളാഹു വിശുദ്ധ ഖുർആനില് ഉമ്മയ്യകളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് റസൂൽ എന്ന് ഖുർആൻ തന്നെ വിശദമാക്കുന്നുണ്ട്. ഉമ്മയ്യകൾ എന്ന് പറഞ്ഞാൽ മക്ക എന്നല്ല, അന്ന് ലോകത്തൊട്ടുമിക്ക ആളുകൾക്കും എഴുത്തും വായന അറിവുള്ള ആളുകളല്ല. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ജ്ഞാനികളായിട്ടുള്ളത്, എഴുതാനും വായിക്കാൻ അറിയുന്ന ആളുകൾ. മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, എഴുത്തും വായനയും അറിയാവുന്ന ആളുകളുടെ എണ്ണം വിരലിൽ എണ്ണാവുന്ന ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. 10,000 ജനസംഖ്യയുള്ള മക്കയിൽ എഴുതാനും വായിക്കാനും അറിയാവുന്ന ആളുകൾ 1500 വർഷം മുമ്പ്, വിരലിൽ എണ്ണ തീർക്കാവുന്ന ആളുകൾ 10-12 ഇത്രയേ ഉള്ളൂ. അപ്പൊ റസൂലിന് എഴുത്ത് വായന അറിയില്ല. അതുകൊണ്ട് ജിബ്രീൽ റസൂലിനോട് വായിക്കാൻ പറഞ്ഞപ്പോൾ റസൂൽ വിചാരിച്ചു പുസ്തകം നോക്കി വായിക്കാനാണ്. നബി പറഞ്ഞു എനിക്ക് വായിക്കാൻ അറിയില്ല, മാനബി ഖാരി. മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ച മുസ്അബ് റളിയല്ലാഹു തആല അൻഹും അതുകൊണ്ട് തന്നെ മദീനക്കാരെ പഠിപ്പിച്ചത് പുസ്തകമില്ലാത്ത വായനയുടെ വ്യത്യസ്തമായൊരു വേർഷനാണ്. മുസ്അബിനെ റസൂൽ മദീനക്ക് അവതരിപ്പിച്ച് എഴുത്തുവായന പഠിപ്പിക്കാനല്ലല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത് ഒന്നാം അഖബ ഉടമ്പടിയെ സംബന്ധിച്ചിട്ടാണ്. ഒന്നാം അഖബ ഉടമ്പടി അതൊരു രാഷ്ട്രീയ ഉടമ്പടിയാണ് യഥാർത്ഥത്തിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിന് തന്റെ നാടായ മക്കയിൽ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് മദീനയിലേക്കൊന്ന് ചോടുമാറണം, അവിടെ അള്ളാഹുവിനെ ആരാധിച്ച് ജീവിക്കാൻ പറ്റുന്നൊരു സാഹചര്യം സൃഷ്ടിക്കണം, അവിടെ ഇസ്ലാമിന്റെ ഒരു സമ്പൂർണ്ണ വ്യവസ്ഥ നടപ്പിലാക്കണം, ഇതൊക്കെയുണ്ട്. പക്ഷെ അഖബ ഉടമ്പടി ഈ അർത്ഥത്തിൽ നോക്കുമ്പോൾ അതൊരു രാഷ്ട്രീയ ഉടമ്പടി മാത്രമായിരുന്നില്ല, മറിച്ച് അതൊരു സമൂഹത്തിന്റെ വിദ്യാരംഭമായിരുന്നു എന്നും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ഇപ്പോൾ സ്കൂൾ ഇപ്പം തിങ്കളാഴ്ച തുറക്കാൻ പോവാണ്. കേരളത്തിൽ വിദ്യാരംഭം തുടങ്ങുകയാണ്. ഒരു സമൂഹം മാറണമെങ്കിൽ ആദ്യം മാറ്റേണ്ടത് അവരുടെ വിദ്യാഭ്യാസ സമ്പ്രദായമാണെന്നൊരു വലിയ സന്ദേശമാണ് ഈ അഖബ ഉടമ്പടി നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കൂ, നബിയുമായിട്ട് ഒരു രാഷ്ട്രീയ ഉടമ്പടി ഒപ്പുവെക്കാനായി വന്ന ആളുകൾ തിരിച്ചു പോകുന്നത് അധ്യാപകനെയും കൊണ്ടാണ്. അതവിടുത്തെ പ്രധാനപ്പെട്ട സംഗതി. അപ്പൊ മദീന എന്ന് യസ്രിബ് മാറി മദീനയാവാൻ പോവാണ്. ഒരു പുതിയ നാഗരികത അവിടെ കെട്ടിപ്പടുക്കാൻ പോവാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് അധ്യാപനത്തിനായി നിയോഗിച്ച ആളുടെ പണി എന്തായിരുന്നില്ല? അക്ഷരം പഠിപ്പിക്കുക എന്നായിരുന്നില്ല. ഞാനതാ പറഞ്ഞ അക്ഷര വായനയിൽ അക്ഷരം കൊണ്ടല്ല, പുസ്തകം നോക്കി വായിക്കുന്നതല്ലാത്ത വായനയുടെ മറ്റൊരു വേർഷൻ. മനസ്സിലാക്കേണ്ട ഒരു സംഗതി,
വിദ്യാഭ്യാസം എന്നുള്ളത് പുസ്തകത്തിൽ ഒതുങ്ങുന്ന ഒന്നല്ല എന്നൊരു വലിയ തിരിച്ചറിവ് ഈ പാഠം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ എന്താ വിദ്യാഭ്യാസം? അത് കേൾവിയിലൂടെ, കാഴ്ചയിലൂടെ ഹൃദയങ്ങളിലേക്ക് പകരേണ്ടതാണ്. നമ്മളുടെ ഈ മനസ്സുണ്ടല്ലോ, ഈ മനസ്സിലേക്ക് അറിവ് വന്നു ചേരുന്നത് എങ്ങനെയാണ്? പുറത്തുനിന്നുള്ള കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിലേക്ക് എടുക്കാൻ അള്ളാഹു നമുക്ക് തന്ന കുറച്ച് ഇന്ദ്രിയങ്ങളുണ്ട്, പഞ്ചേന്ദ്രിയങ്ങൾ നമ്മളതിനെ പരിചയപ്പെടുത്തും. അതിലേറ്റവും പ്രധാനപ്പെട്ട 2 സംഗതി, ഒന്ന് കാഴ്ച, ഒന്ന് കേൾവി. കണ്ടിട്ടും കേട്ടിട്ടുമാണ്. മദീനയിലെത്തിയ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല ഈ വായനയാണ് മദീനക്കാരെ പഠിപ്പിച്ചത്. അത് എഴുത്തു വായനയെ പഠിപ്പിക്കാൻ വേണ്ടി അവിടെ അപ്പോഴത്തേക്ക് ഒരു അക്ഷരക്കളറി ഉണ്ടാക്കുകയല്ല ചെയ്തത്. ഏത് വായന? പുസ്തകത്തിൽ നിന്നുള്ളതല്ലാത്ത കണ്ണും കാതും കൊണ്ടുള്ള വായന. മുസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വിദ്യാഭ്യാസം, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പഠനം, പഠിപ്പിക്കൽ, ഒരു വിദ്യാലയം സ്ഥാപിച്ചിട്ടായിരുന്നില്ല, ക്ലാസ് റൂം ഇല്ലായിരുന്നു, ബ്ലാക്ക് ബോർഡ് ഇല്ലായിരുന്നു. ഇതൊന്നും വേണ്ടതില്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ തോന്നിയേക്കാം എന്തോ ഒരു പുതിയ സംഗതിയെ കുറിച്ചിട്ട് പറയുകയാണല്ലോ. ക്ലാസ് റൂമോ അല്ലെങ്കിൽ പുതിയ ടെക്നോളജിയോ ഒന്നും വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. അനിവാര്യമായും ഉണ്ടാവേണ്ട ചിലത് ഇല്ലാതെ ഇൻഫ്രാസ്ട്രക്ചറുകൾ മാത്രം വിദ്യാലയത്തിന്റെ, അതുകൊണ്ട് വിദ്യാലയത്തിന്റെ അക്രഡിറ്റേഷൻ അളക്കുന്ന ആധുനിക രീതി ഉണ്ടല്ലോ, ആ അളവ് പോലും ശരിയല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ആദ്യം നമുക്കുണ്ടാകേണ്ടത് ഒരു എത്തിക്കൽ അക്രഡിറ്റേഷൻ ആണ്. ഖുറാനിലേക്ക് വന്നു കഴിഞ്ഞാൽ വെള്ളിയാഴ്ചകളിലൊക്കെ സാധാരണ ഖതീബുമാര് പാരായണം ചെയ്യുന്ന ഒരു സൂറത്തുണ്ട്, സൂറത്തുൽ ജുമുഅ. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയ്യീന റസൂലൻ യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. ഈ ആയത്തിന്റെ ക്രമം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും മനുഷ്യന് ആദ്യം കിട്ടേണ്ട സാധനം എന്താണ്. അള്ളാഹു റസൂലിനെ അയച്ചതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയ്യീൻ, ഞാൻ നേരത്തെ പറഞ്ഞ ഉമ്മിയ്യകൾ, നിരക്ഷരരായ ആളുകൾ, എഴുത്തും വായന അറിയില്ലാത്ത മക്കക്കാർ, എഴുത്തും വായന അറിയില്ലാത്ത മദീനക്കാർ, അറബികൾ, ഇവരിലേക്ക് അള്ളാഹു ഒരാളെ അയക്കുന്നു, റസൂലൻ, ഒരു ദൂതനെ അയക്കുന്നു. ഈ ദൂതനും മിൻഹും അവരിൽപ്പെട്ടയാളാണ്. അവരെ പോലെ തന്നെ ഇദ്ദേഹത്തിന് എഴുതാനും വായിക്കാനും അറിയില്ല. അപ്പൊ എഴുതാനും വായിക്കാനും അറിയില്ലാത്ത ഒരു സമൂഹത്തിലേക്ക് അള്ളാഹു ആ സമൂഹത്തെ സംസ്കരിക്കാൻ, അവരെ സംശുദ്ധരാക്കാൻ ഒരാളെ നിയോഗിക്കുമ്പോൾ ഇയാൾ ആദ്യം ചെയ്ത പണി എന്താണെന്നറിയോ? റസൂൽ യത്ലു അലൈഹിം ആയാതിഹി, അള്ളാഹുവിന്റെ വചനങ്ങൾ അദ്ദേഹം അവർക്ക് ഓതിക്കൊടുക്കുന്നു. തിലാവത്തുൽ ഖുർആൻ ഓതിക്കൊടുക്കാൻ. ജിബ്രീൽ റസൂലിന് ഓതിക്കൊടുത്ത പോലെ 2-3 വട്ടം വായിക്കാൻ അറിയാന്ന് പറഞ്ഞ് ജിബ്രീൽ റസൂലിനെ പിടിച്ച് അമർത്തിയിട്ട് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുൽ ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഒറ്റ ശ്വാസത്തിൽ റസൂൽ അങ്ങനെ ഓതി തീർത്തില്ലേ? അത് ആ ഓത്ത് ഇങ്ങനെ ഓതിക്കൊടുക്കുക. റസൂലിനെ അള്ളാഹ് പഠിപ്പിക്കുകയാണ്. ജിബ്രീൽ റസൂലിന്റെ അധ്യാപകനാണ്. അപ്പൊ ജിബ്രീൽ നിന്നും പഠിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനതയുടെ അടുക്കൽ ചെന്നിട്ട് നിങ്ങളൊക്കെ പുസ്തകവും പേനെടുക്ക് എന്നല്ലല്ലോ പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം, നിങ്ങൾ കേൾക്ക്. ഇതേപോലെ മുസ്അബ് റളിയല്ലാഹു അൻഹു മദീനയിൽ എത്തുന്നു. ഇവർക്ക് ഇങ്ങനെ ഓതിക്കൊടുക്കാണ്. ഓതിക്കൊടുത്തിട്ടോ വയുസക്കീഹിം, അവരെ സംസ്കരിക്കുന്നു. അപ്പൊ ആദ്യം ഓത്തുണ്ടായി, പിന്നെ സംസ്കരിക്കലുണ്ടായി. ഇത് കഴിഞ്ഞിട്ടാണ് വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, ഗ്രന്ഥം പഠിപ്പിക്കലും തത്വം പഠിപ്പിക്കലൊക്കെ പിന്നെ വരിക. എന്ന് പറഞ്ഞാൽ ഈ അൽ കിതാബിലെ അറിവ് അഭ്യസിക്കുന്നതിന് മുമ്പായി നമുക്കുണ്ടാവേണ്ട സംഗതിയാണ് തസ്കിയത്ത് എന്നുള്ളത്. ഇത് സൂറത്തുൽ ജുമുഅ പഠിപ്പിക്കുകയാണ്. അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ നുകരുന്നതിന് മുമ്പായിട്ട് മനസ്സെങ്ങനെ നന്നാക്കാം എന്നാണ് വിദ്യാർത്ഥിയെ പഠിപ്പിക്കേണ്ടെന്നർത്ഥം. നമുക്ക് മനസ്സിലായി ഇതെങ്ങനെയാണ് നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ, കൊച്ചുകുട്ടികളെ, LKG ക്ലാസ്സിൽ കൊണ്ടുപോയിരുന്ന കുട്ടികളെ നമ്മളെങ്ങനെ ഈ തസ്കിയത്തിന്റെ പാഠങ്ങൾ പഠിപ്പിക്കുക. അവരക്ഷരങ്ങളല്ലേ അവരെ ആദ്യം പഠിപ്പിക്കേണ്ടത്. ഇതാ നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന രീതി ഇതാണ്. പക്ഷെ ഖുർആൻ പറയുന്നു അല്ല, നിങ്ങൾ അവരെ ആദ്യം പഠിപ്പിക്കേണ്ടത് അക്ഷരമല്ല, നിങ്ങൾ അവർക്ക് ആദ്യം ഖുർആൻ കേൾപ്പിക്കട്ടെ. ഈ ജനിച്ചു വീഴുന്ന കുട്ടീൻ്റെ കാതിൽ നമ്മൾ ബാങ്ക് വിളിക്കാറില്ലേ? ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളാണ്. ഒരു ലേബർ റൂമിൽ നമ്മളിങ്ങനെ കാത്തേക്ക് കുട്ടി ഉണ്ടാകുന്ന കാത്തിട്ട് കുട്ടീനെ കൊണ്ട് കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്ത പണി എന്താ? വലത്തേക്കാലിൽ ബാങ്ക്, ഇടത്തേക്കാലിൽ ഇഖാമത്ത്. ഇതെന്തിനത്? ചടങ്ങാണോ? ചടങ്ങല്ല. ആ കുട്ടി ആദ്യം കേൾക്കേണ്ട വചനം അതാണ്. അപ്പൊ ചോദിക്കും, ഇത് കുട്ടിക്ക് തിരിച്ചറിയാൻ. ആധുനിക പഠനങ്ങൾ തെളിയിക്കുന്ന ഒരു കുട്ടി ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോൾ തന്നെ അവന് വേണ്ടുന്ന സംഗതികൾ ഇങ്ങനെ ഇത് സ്വീകരിക്കുന്നുണ്ടെന്നാണ്. ഇത് വെറുതെ അല്ല. ഗർഭകാലത്ത് കേട്ട പാട്ട്
ഓരോ ആളുകളുടെ പരീക്ഷണമാണ്. ജനിച്ചു വന്ന് ഈ കുട്ടിയെ കേൾപ്പിക്കുമ്പോഴത്തേക്കും കുട്ടി പിന്നെ സമാധാനത്തോടെ ഉറങ്ങുന്നുണ്ടെന്നാണ് പുതിയ പഠനങ്ങൾ. ഇപ്പൊ ഗർഭാവസ്ഥയിൽ കേട്ടത് ഈ കുട്ടി സ്വാധീനം ചെലുത്തും. സംസാരിക്കാൻ അപ്പൊ കുട്ടിക്ക് കഴിയുന്നില്ല എന്നേ ഉള്ളൂ, പ്രതികരിക്കാൻ കഴിയില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഇതെല്ലാം ഇങ്ങനെ ഫീഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മൾ ആദ്യം തുടങ്ങേണ്ടത് ഖുർആൻ കൊണ്ടിട്ടാണ്. ആ തസ്കിയത്ത് ഉണ്ടാവണം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ശരിക്കും അക്ഷര പഠനത്തിലേക്ക് പോവേണ്ടത്. മുസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പഠന രീതി ഇതായിരുന്നു എന്നുള്ളതാണ്. ഈ തസ്കിയത്തില്ലാത്ത പഠനം ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഒരു വലിയ പ്രശ്നം എന്താണ്? വിദ്യാലയങ്ങളും നമ്മുടെ കലാലയങ്ങൾ, കോളേജുകൾ, ക്യാമ്പസുകൾ കൊലക്കളങ്ങളാവുകയാണ്. ജാതി പീഡനത്തിന്റെ സംഭവങ്ങൾ അവിടെ എന്താ രോഹിത് ബമുല ആക്ട് നടപ്പാക്കി കർണാടക സർക്കാർ. ഇവിടെ വിദ്യാർത്ഥികൾ സമരത്തില്ല നടപ്പിലാക്കണം എന്ന് പറഞ്ഞിട്ട്. ജാതീയതയുടെ തീണ്ടാപ്പാടുകൾക്കപ്പുറത്ത് വിദ്യാർത്ഥി സമൂഹത്തെ അല്ലെങ്കിൽ സഹപ്രവർത്തകരെ മാറ്റി നിർത്തുന്ന, ഇപ്പോഴും മാറാത്ത ഐക്യത്തിന്റെ അടയാളങ്ങൾ ശേഷിച്ചിട്ടുള്ള, അല്ലേ, നമ്മൾ പറയല്ലേ ഇതെങ്ങനെയാ സംസ്കരിക്കപ്പെടുക? ഇത് സംസ്കരിക്കാനുള്ള പണിയാണ് ഖുർആൻ പറഞ്ഞത്. ആദ്യം അവരെ സംസ്കാരത്തിലേക്കാണ് കൊണ്ടുവരേണ്ടത്. സംസ്കാരം പഠിപ്പിക്കാത്ത ഒരു ജനത, അത് അഭ്യസിച്ചിട്ടില്ലാത്ത ഒരു സമൂഹം, അത് വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. അബ്ദുല്ലാഹിബ്ൻ മുബാറക് എന്ന് പറഞ്ഞിട്ടൊരു പ്രമുഖ പണ്ഡിതനുണ്ട്. അദ്ദേഹം പറയുന്നു, നഹ്നു ഇലാ ഖലീലിൻ മിനൽ അദബ്, നമ്മുടെ കയ്യിൽ മര്യാദ, സംസ്കാരത്തിന്റെ ഒരു ഇത്തിരി ഉണ്ടെങ്കിൽ, വലിയ സംസ്കാരമൊന്നും വേണ്ട, ഒരു ന്യായമായ ഒരു മാന്യമായ ഒരു കുറച്ച് സംസ്കാരം ഉണ്ടല്ലോ, നമ്മളൊരു തിരിയെങ്കിലും വെളിവുണ്ടെങ്കിലും എന്ന് പറയുന്ന ആ ഒരു കുഞ്ഞു സംസ്കാരം, അത് നമ്മുടെ കയ്യിൽ ഉണ്ടാവുക എന്നുള്ളതാണ് അഹ്വജു ഇലാ കസീരിൻ മിനൽ ഇൽമ്. വലിയ അറിവ് നേടുന്നതിനേക്കാൾ നമുക്ക് ഏറ്റവും അത്യാവശ്യം ഒരു ഇത്തിരി സംസ്കാരം ഉണ്ടാകുന്നുള്ളതാണ്. ഇത് ചെറിയ വാക്കല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കി, ശരിയല്ലേ? ഈ നമ്മുടെയൊക്കെ വിദ്യാഭ്യാസത്തിലൂടെ നമ്മളിങ്ങനെ നേടിയെടുത്ത കുറേ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ, ഇതും കൊണ്ടിട്ട് പിന്നെ സമൂഹവുമായി ബന്ധമില്ലാതെയുള്ള ജീവിതം, ഇത് ഉണ്ടാക്കുന്ന അപകടം. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിലൂടെ കിട്ടേണ്ടത് കൊടുക്കാത്ത, കടിഞ്ഞാണില്ലാത്ത ലിബറൽ ചിന്താഗതികളും ജനറൽ ന്യൂട്രൽ മനോഭാവങ്ങളും വളർത്തിയിടുകയും അതിലൂടെ ലഹരി നിർബാധം സർക്കാർ ചെലവിൽ ലഭ്യമാക്കുകയും ചെയ്തതിൻ്റെ ഒരു വലിയ അപകടം നമ്മളിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. അതിന്റെ പരിണിതി ഇപ്പൊ നമ്മൾ അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ലഹരിക്ക് വേണ്ടി അമ്മയെ കഴുത്തെറുത്തു കൊല്ലുന്ന മകന്റെ ഒറ്റപ്പെട്ട വാർത്തകളായിരുന്നു അടുത്ത കാലത്തൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കിയോളി, ഇത് ഒറ്റപ്പെട്ട വാർത്തയല്ലേ? ആദ്യം നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോഴത്തേക്കും കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ടു. ഇപ്പൊ പത്രത്തിന്റെ ചരമകോളോ അല്ലെങ്കിൽ ഇപ്പുറത്ത് ഫ്രണ്ട് പേജോ എടുത്ത് ഈ ഒരു വാർത്ത പുതുമയല്ലാതായി മാറിയിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ അയൽപക്കങ്ങളിൽ ഈ ലഹരി ഉണ്ടാക്കി വെച്ച ദുരന്തത്തിന്റെ ആഴം ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മൾ സ്വന്തത്തിലേക്ക് ആലോചിച്ച് നോക്കി. എൻ്റെ വീട്, എൻ്റെ കുടുംബം, എൻ്റെ അയൽപക്കം, അവിടെയുള്ള പുതുതലമുറ, ലഹരിക്ക് അഡിക്റ്റഡ് ആയ ആളുകളുടെ അവസ്ഥ എന്താണ്? ആരായിരുന്നു ഇതിന്റെ പിന്നിലെന്ന് നിഷ്കളങ്കമായി നമുക്കൊന്ന് വിലയിരുത്താൻ പറ്റുമോ? നമുക്ക് കണ്ടെത്താൻ കഴിയും. നമ്മുടെ കുറെ മുഖങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരും. മൂല്യമില്ലാത്ത ഈ വിദ്യാഭ്യാസം ഉണ്ടാക്കി വെച്ച ഇതിലൂടെ ഉണ്ടായി വന്നൊരു തലമുറ. എന്താണ് അതിന്റെ കാരണം? ആരാണ് അതിന്റെ കാരണക്കാർ? നിഷ്കളങ്കമായി ഒന്ന് ആലോചിച്ചാൽ അതിന്റെ കാരണക്കാരെ നമുക്ക് കിട്ടും. ഒരു തൂഫാൻ കൊണ്ടും ഇതില്ലാതാക്കാൻ കഴിയില്ല. ഇനി സർക്കാരിന്റെ പുതിയൊരു നയവാ തൂഫാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലഹരിക്കെതിരെ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ തൂഫാൻ പ്രഖ്യാപിച്ചത് കൊണ്ട് ഈ സംഗതി ഇല്ലാതാകുമെന്ന്? മുറിവ് വളരെ വലുതാണ്. പക്ഷേ പ്രതീക്ഷയറ്റവരാവേണ്ടതില്ല. ഇതൊക്കെ ഇങ്ങനെ ഞാൻ പറയുമ്പോഴും ഈ ലോകം ഇനിയിപ്പോൾ ഈ കോലത്തിൽ മാത്രമേ പോകൂ എന്ന് നിങ്ങളിങ്ങനെ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ യസ്രിബ് എന്നൊരു പ്രദേശമുണ്ട്, ഇന്നത്തെ മദീനക്ക് മുമ്പുണ്ടായിരുന്ന യസ്രിബ്. ആ യസ്രിബില് പ്രവാചക ആഗമനത്തിന് മുമ്പ് ആ നാട് ഇതിലേറെ വഷളായിരുന്നു. നമ്മുടെ ഈ കോട്ടയത്തേക്കാൾ, കൊച്ചു കേരളത്തെക്കാളൊക്കെ വളരെ വഷളായ നാടായിരുന്നു മദീന പണ്ട്, അറേബ്യൻ പ്രദേശങ്ങൾ പണ്ട്. അവിടെ ലഹരിയും കൊള്ളസംഘങ്ങളും കുടിപ്പകയും അഭിസാരിക വൃത്തിയും കൊള്ളപ്പലിശയും കരിഞ്ചന്തയും ഇതൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് കലുഷിതമായ ഒരു യസ്രിബില് വ്യവസ്ഥാപിത ഭരണകൂടം പോലും ഇല്ലായിരുന്നു. അതിനല്ലേ ഡാർക്ക് ഏജ് എന്ന് പറഞ്ഞിട്ട് അതിനെ ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത്.
ആ നാടിനെ അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞു വെച്ച മുസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സ്കൂൾ ഓഫ് പ്രൊഫറ്റ് ആരംഭിക്കുന്നത്. പിന്നെ അവിടെ ആ നാട്ടിൽ വന്ന മാറ്റം നമ്മൾ കണ്ടില്ലേ. ചരിത്രം ഇങ്ങനെ പറയുന്നുണ്ട്, മദീനയുടെ തെരുവുകളിൽ മദ്യം ഇങ്ങനെ ഒഴിയുന്നു. എവിടെ? കടകളിൽ വിൽക്കാൻ പറ്റുന്ന ആളുകൾ മൊത്തം എടുത്ത് കമഴ്ത്തി. ഒറ്റ ഖുർആനായത്ത് വന്നപ്പോഴത്തേക്ക്, ആ ഒറ്റ ഖുർആനായത്ത് ഉണ്ടാക്കിയ മാറ്റമല്ല അത്. കുറേ വർഷം മുസ്അബ് പണിയെടുത്താണ് ഇവിടെ. അത് കഴിഞ്ഞിട്ടാണ് റസൂൽ ആ നാട്ടിലേക്ക് ചെല്ലുന്നത്. പിന്നെ അവരുടെ മുമ്പിൽ ഖുർആനായത്ത് ഇങ്ങനെ ഓതിക്കേൽപ്പിക്കേണ്ട ആശയമുണ്ടായിരുന്നു. ഫഹൽ അൻതും മുന്തഹൂൻ, മതിയാക്കാറായില്ലേ? മതിയാക്കി റസൂലേ, ഞങ്ങളൊക്കെ എടുത്ത് വിടുകയാണ് ഓടയിലേക്ക്. സഹോദരങ്ങളെ, അക്ഷരങ്ങൾക്ക് പകരം ആയത്തുകൾ പഠിപ്പിച്ച മുസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സ്കൂള്, പഠിപ്പിക്കുന്ന അധ്യാപകർ, മൂല്യങ്ങൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്ന അധ്യാപകരുണ്ടായിരുന്ന സ്കൂള്. നമ്മുടെ എന്താ സ്കൂളുകളുടെയൊക്കെ അധ്യാപകമായിട്ട് അവസ്ഥയും വല്ലാത്തൊരവസ്ഥയാണ്. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി, പിന്നെ മെഡിക്കൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവം അധികമായിട്ടില്ലല്ലോ. അപ്പൊ സ്കൂള് മാറുക എന്ന് പറഞ്ഞാൽ സ്കൂളിലെ അധ്യാപകർ മാറണം, മൂല്യമുള്ള അധ്യാപകരുണ്ടാവണം. ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് പകരുന്ന അറിവേ മനുഷ്യന് പ്രയോജനപ്പെടും സാധാരണ പറയാറുണ്ട്. ഇപ്പൊ ഞാനിപ്പോ നിങ്ങളോട് ഈ പറയുന്ന സംഗതി ഇതെന്റെ നാവിന്റെ തുമ്പത്തുനിന്ന് വരുന്ന കാര്യമാണെങ്കിൽ പിന്നെ ഒരു കാര്യം ഉണ്ടാവില്ലേ. നിങ്ങളിവിടെ നിറങ്ങുമ്പോഴേ മറന്നിട്ടുണ്ടാവും അത്. ഞാൻ എൻ്റെ മനസ്സെന്ന് പറയുമ്പോഴാണിത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയുള്ളൂ. റസൂലിന്റെ പ്രത്യേകത അതായിരുന്നു. റസൂൽ ഹൃദയത്തിൽ നിന്നാണ് പറഞ്ഞത്, സഹാബത്തിന്റെ ഹൃദയത്തിലേക്ക് അത് പോയി. അവ ഹൃദയങ്ങളിൽ നിന്ന് പകരാൻ പറ്റുന്ന അധ്യാപകർ നമ്മുടെ സ്കൂളിൽ ഉണ്ടാവണം. ആ മാറ്റം വരണം. മദീനയുടെ ആദ്യ വിദ്യാലയം തുടങ്ങിയതുപോലെ അവിടെ നിന്നാണ് ലോകത്തെ മാറ്റിയ ഒരു വലിയ തലമുറ വളർന്നു വന്നത്. ഔപചാരിക അക്ഷരാഭ്യാസത്തിലേക്ക് മദീന കടക്കുന്നത് പിന്നെയാണ്. ഞാനീ പറഞ്ഞ ആദ്യം തസ്കിയത്തിന്റെ പാഠങ്ങൾ മദീന പഠിച്ചു. പിന്നെ അക്ഷര പഠനം മദീന തുടങ്ങിയത് എപ്പോഴെന്നറിയോ? അത് ബദറിന്റെ ശേഷമാണ്. നമ്മൾ ആ കഥ പഠിക്കുന്നില്ലേ? ബദർ യുദ്ധത്തിലെ ചില തടവുകാരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മോചനദ്രവ്യം കൊണ്ടുവന്നിട്ട് നിങ്ങളൊക്കെ സ്വതന്ത്രമായി പോയിക്കോളൂ എന്ന് പറയുമ്പോൾ കുറെ ആൾക്കാർ പറഞ്ഞു, റസൂൽ ഞങ്ങൾക്ക് പൈസയും തരാനില്ല. എന്നാ പിന്നെ എന്താ നിങ്ങളുടെ കയ്യിലുള്ളത്? ആ കൂട്ടത്തിൽ കുറെ ആൾക്കാർ നേരത്തെ പറഞ്ഞ മക്കയിൽ അന്നുണ്ടായിരുന്ന എഴുത്തും വായനയും അറിയാവുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവരെന്നെ ഉപയോഗപ്പെടുത്തി. നിങ്ങളൊരു കാര്യം ചെയ്യും, ഓരോരുത്തരും മദീനയിൽ 10 കുട്ടികൾക്ക് അക്ഷരം പഠിപ്പിക്കൂ എന്ന് പറഞ്ഞു. നിങ്ങളുടെ പണി അതാണ്, അക്ഷരം പഠിപ്പിക്കല്. മുസ്അബ് പഠിപ്പിച്ച തസ്കീയത്താണ്, ഖുർആൻ ഓതി കൊടുത്തിട്ട്. ഇവരുടെ പണി എന്താണ്? ഇവരെ എഴുത്തും വായനയും പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതും ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. സ്റ്റേറ്റിന് ലഭിക്കേണ്ടുന്ന നികുതി ഇനത്തിൽ അല്ലെങ്കിൽ യുദ്ധത്തിൽ പിന്നെ ഇവർ കൊടുക്കേണ്ടുന്ന ആ സ്വത്തിന് പകരമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷരതയെ തിരഞ്ഞെടുത്തെങ്കിൽ നബി ലോകത്തെ പഠിപ്പിച്ചൊരു വലിയ പാഠം അക്ഷരജ്ഞാനം എന്നുള്ളത് അത് സമ്പത്തിനേക്കാൾ വിലമതിക്കുന്നു എന്നുള്ളതാണ്. അക്ഷരം പ്രധാനപ്പെട്ടതാണ്, സമ്പത്ത് പിന്നെ അതിനുശേഷം വരിക. അക്ഷരജ്ഞാനം എന്നത് യഥാർത്ഥത്തിൽ വെറും ഒരു എഴുത്തും വായനയും മാത്രമല്ലല്ലോ. അത് നമ്മുടെ ഉള്ളിലുള്ള ഒരു ആശയത്തെ എൻട്രി ചെയ്യാൻ, തനിക്കില്ലാത്തത് നേടാനുള്ളൊരു വിദ്യയാണ് അക്ഷരജ്ഞാനം എന്നുള്ളത്. നമ്മുടെ ടെക്നോളജി കാതലത്തിൽ നമ്മൾ കണ്ടത് വിവര സാങ്കേതിക വിദ്യ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു സാക്ഷരതയാണ്. ഇപ്പോഴത്തെ കാലത്ത് ഒരാൾക്ക് ഇങ്ങനെ പേന കൊണ്ട് എഴുതാനും വായിക്കാനും മാത്രം കിട്ടിയ കാര്യമില്ലല്ലോ. മൊബൈൽ ഉപയോഗിക്കാൻ അറിയില്ലാത്ത ആൾക്കാർ വട്ടപ്പൂച്ച എന്നാ പറയുക. അപ്പൊ വിദ്യാഭ്യാസത്തിന്റെ ഒരു മാറിയ രീതി ഇസ്ലാം ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ വേണ്ടും വിധം മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നും പടച്ചതമ്പുരാൻ്റെ മുഴുവൻ വിധിവിലക്കുകളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്നും ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളിലും മുഖ്ലിസുകളിലും ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അറിവിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി സംസ്കാരം പഠിക്കുക എന്ന കാര്യമാണ്. സംസ്കാരത്തിന് ശേഷം കിട്ടാവുന്ന ഏത് അറിവും ഒരു വിശ്വാസി നേടണം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നിവേദിച്ച ഹദീസിൽ കാണാം, തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ. വിദ്യ നേടൽ എല്ലാ മുസ്ലിമിനും ഫർളാണ്.
ഈ വിദ്യയെ അതിന് അർഹതയില്ലാത്തവന്റെ കയ്യിലെത്തിക്കുക എന്നുള്ളത്. അർഹതയില്ലാത്തവന്റെ കയ്യിൽ ടെക്നോളജി കിട്ടുക എന്നുള്ളത്, അറിവ് കിട്ടുക എന്നുള്ളത്. പന്നിക്ക് രത്നാഭരണങ്ങളും സ്വർണവും ഒക്കെ അണിയിക്കുന്ന പോലെയാണ്. റസൂൽ ഇതാ ഒരു ഉദാഹരണമാണ്. അപ്പൊ സംസ്കാരമില്ലാത്തവന്റെ കയ്യിൽ വിദ്യ കിട്ടിക്കഴിഞ്ഞാലുള്ള പൊല്ലാപ്പ് നമ്മൾ കാണുന്ന ട്രംപ് അതിന്റെ ഒരു ഉദാഹരണം. വെളിവില്ലാത്തവന്റെ കയ്യിൽ ആണവായുധങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഇത് എപ്പോഴെന്താ സംഭവം ചെയ്യാന്ന് പറയാൻ കഴിയില്ലല്ലോ. അപ്പൊ ഒരു വിദ്യ ആർക്ക് കിട്ടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദ്യ പ്രയോഗിക്കാൻ അറിയുന്നവന് കിട്ടണം. അപ്പൊ ഇസ്ലാം ഈ വിഷയത്തിൽ വെക്കുന്ന ഒരു ക്രമമുണ്ട്. അത് വാല്യൂസ് ഫസ്റ്റ്, നോളജ് നെക്സ്റ്റ്, ടെക്നോളജി ലാസ്റ്റ്. ആദ്യം വാല്യൂ ഉണ്ടാവണം, സംസ്കാരം ഉണ്ടാവണം. അത് കഴിഞ്ഞ് അറിവ് വരട്ടെ. അത് കഴിഞ്ഞ് വേണം ഈ അറിവ് എങ്ങനെ പ്രയോഗിക്കണമെന്നുള്ള ടെക്നോളജി നമ്മൾ സ്വായത്തമാക്കേണ്ടത്. വിദ്യാരംഭത്തിന്റെ സമയത്ത് എനിക്ക് നിങ്ങളോടുള്ള ഏക അഭ്യർത്ഥന എന്നുള്ളത്, മക്കൾക്ക് സ്കൂളൊക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ടാവും, ഇപ്പൊ അത് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എങ്കിലും ഒരു തിരിച്ചറിവ്, സ്കൂളുകൾ തിരഞ്ഞെടുക്കുമ്പോൾ വലിയ സ്കൂളുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ള നമ്മുടെ ആഗ്രഹം, ഉന്നത ബിരുദങ്ങൾ വാങ്ങിക്കൂട്ടലാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം. പക്ഷെ അതല്ല ഉണ്ടാവേണ്ടത്. ഇങ്ങനെയുള്ള വലിയ സ്കൂളുകളും വലിയ വിദ്യകളൊക്കെ ബിരുദങ്ങളൊക്കെ പകർന്നു നൽകുന്ന പല സ്കൂളിൽ നിന്നും പുറത്തിറങ്ങിയ ആളുകളൊക്കെ ലഹരിക്കും വഴിവിട്ട ചിന്തകൾക്കും ഒക്കെ അടിമകളായി തീരുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ നരകാഗ്നിയിൽ നിന്നും രക്ഷിക്കാൻ ആ സർട്ടിഫിക്കറ്റുകൾക്ക് കഴിയില്ല. അള്ളാന്റെ നമ്മളോടുള്ള കൽപ്പന, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലികും നാറ വഖൂദുഹ അന്നാസു വൽ ഹിജാറ. സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നരകത്തുനിന്ന് കാത്തോളി. നരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കത്തിക്കപ്പെടുന്നത്, അവിടെ ഇന്ധനമായി വർത്തിക്കേണ്ടത് മനുഷ്യരും കല്ലുകളാണ്. അപ്പൊ ഇത് നമ്മുടെ മനസ്സിലുണ്ടാവണം. നമ്മൾ നമ്മുടെ മക്കളൊക്കെ ഈ കൊലത്തിലാണ് പോകുന്നതെങ്കിൽ നരകത്തിൽ വിറകായി തീരും. അതുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അംർ ബിൻ സഈദ് ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാ നഹല വാലിദുൻ വലദൻ മിൻ നഹ്ലിൻ അഫ്ളല മിൻ അദബ്. ഒരു പിതാവിന് തൻ്റെ മക്കൾക്ക് അദബ്, സംസ്കാരത്തെക്കാൾ മൂല്യമുള്ള വേറൊന്നും നൽകാനില്ല. ഒരു പിതാവിന് തൻ്റെ മകന് അല്ലെങ്കിൽ മകള് നൽകാൻ പറ്റുന്ന ഏറ്റവും വിലപിടിപ്പുള്ള സംഗതി സംസ്കാരം പഠിപ്പിക്കുക എന്നുള്ളതാണ്. എങ്ങനെ മാതാപിതാക്കളോട് ഇടപെടണം, എങ്ങനെ മുതിർന്നവരോട് ഇടപെടണം, എങ്ങനെ ചെറിയവരോട് ഇടപെടണം, എങ്ങനെ നാട്ടിൽ ജീവിക്കണം. നമ്മളൊക്കെ മക്കളെ ഇങ്ങനെ ലൈസൻസ് ആകുന്നതിന് മുന്നേ ബൈക്കും കൊടുത്ത് ഇങ്ങനെ ഹെൽമെറ്റ് ഇല്ലാതെ 3 ആൾ വെച്ച് യാത്ര ചെയ്യാൻ വിടാറില്ലേ? അത് പാടുണ്ടോ? ഇല്ല. ഒരു നാട്ടിൽ ജീവിക്കുന്ന ആളുകൾ ആ നാടിൻ്റെ നിയമം ഉൾക്കൊണ്ടുകൊണ്ട് സംസ്കാരം മനസ്സിലാക്കി, ഇവിടെ കേരളത്തെക്കുറിച്ചൊക്കെ പറയുന്ന ചില സംഗതി ഉണ്ടല്ലോ, വിദേശം എങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട്, എങ്ങനെയാണ് ആളുകൾക്ക് സംസ്കാരം ഉണ്ടായത്? നമ്മൾ സംസ്കാരത്തിലേക്ക് വരണം. ഈ സംസ്കാരം പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സമ്മാനം എന്നുള്ളതാണ്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറണം. അതിന് പറ്റുന്ന സ്കൂളുകൾ തിരഞ്ഞെടുക്കണം. അതിന് പറ്റുന്ന സംവിധാനങ്ങൾ സ്കൂളിന്റെ പരിസരത്തുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണം. ബിരുദ സർട്ടിഫിക്കറ്റുകളും ഈ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളുകളുടെ പ്ലേസ്മെന്റും മാത്രം നോക്കിയല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്, മറിച്ച് അവിടെ നിന്നും പുറത്തിറങ്ങിയ ആളുകളുടെ മൂല്യം എത്ര ഉണ്ടെന്ന് നോക്കിയിട്ടാണ്. കൈക്കൂലിയൊക്കെ വാങ്ങാൻ നിൽക്കുന്ന, സകല കൊള്ളത്തരത്തിനും വേണ്ട ദിനത്തിനും കൂട്ടു നിൽക്കുന്ന കുറെ ആളുകൾ ചില സ്ഥാപനങ്ങൾ ഉത്പാദിപ്പിച്ചിട്ടുണ്ടാവും. അത് സ്ഥാപനത്തിന് മാത്രം കുറ്റമൊന്നുമില്ല. പക്ഷെ അതല്ല ഉണ്ടാവേണ്ടത്. സംസ്കാരം പഠിപ്പിക്കുന്ന ആളുകളെ ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളെ കുറിച്ച് ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു നിലയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തെ മാറ്റുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ ആ ഒരു തരത്തിൽ മൂല്യമുള്ളവരാക്കി അള്ളാഹു തീർക്കുമാറാകട്ടെ. ഇഹലോകത്തും പരലോകത്തും പ്രയോജനപ്പെടുന്നവരായിട്ട്, നാടിനും നാട്ടാർക്കും ഗുണമുള്ള ആളുകളായിട്ട്. അതിനൊക്കെ അപ്പുറത്ത് മരിച്ചു പോകുമ്പോഴത്തേക്ക് ഈ മാതാപിതാക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്ന മക്കളായിട്ട്. ഒരാൾ മരിച്ചു കഴിയുമ്പോഴത്തേക്കും അയാളുടെ സകല കർമ്മങ്ങളും മിൻഖത്ത അമലു എന്ന് പറഞ്ഞാൽ എല്ലാം നിൽക്കുമെന്നാണ്. എല്ലാം നിൽക്കും. പിന്നെ കുറച്ച് കാര്യം ബാക്കിയുണ്ടാവും. അതുപോലെ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാണ്. നമ്മളൊക്കെ മരിക്കാനുള്ളവരാണ്. മരിച്ചു കഴിയുമ്പോഴും ഖബറിലേക്ക് എന്തെങ്കിലും മക്കളുടെ ഭാഗത്ത് നല്ല മയ്യിത്ത് ഇങ്ങനെ കൊണ്ടേ ഖബറിൽ കൊണ്ട് വയ്ക്കുമ്പോഴത്തേക്ക് ഉസ്താദ് കയറി ഇന്നോളി എന്ന് പറഞ്ഞിട്ട് അള്ളാഹു റഹ്മു പോലും അറിയാൻ കഴിയില്ലാത്ത മക്കളാണ് നമുക്കുള്ളതെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചൊക്കെ വെറുതെ ആയില്ലേ? അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കുക. മതവിദ്യാഭ്യാസം നൽകണം, കൂട്ടത്തിൽ മൂല്യമുള്ള വിദ്യാഭ്യാസം നൽകണം.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സ്കൂൾ ഓഫ് പ്രൊഫറ്റിൽ മുസ്അബ് റളിയല്ലാഹുവിന് ചെയ്തതുപോലെ ഒരു വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. കരുണാവാരിധിയായ നാഥൻ എല്ലാ നന്മകളും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നാട് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും നാടാക്കി അള്ളാഹു മാറ്റുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് വരുമാറാകട്ടെ. കാരുണ്യവാനായ നാഥ, ധാരാളം പാപം ചെയ്തു പോയിട്ടുണ്ട്. ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ പുറത്തു നൽകണമേ അള്ളാഹുവേ. പഠിച്ചവനെ ഞങ്ങൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണേ അള്ളാഹുവേ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, അവിടെ കടങ്ങളൊക്കെ നീ തീർത്തു കൊടുക്കണമേ അള്ളാഹുവേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രികീൻ. اللهم إنا نعوذ بك من فتنة القبر ومن عذاب القبر ومن عذاب النار ونسألك الفردوس الأعلى. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين. أقم الصلاة.